കർക്കിടകവാവ് ദിനത്തിൽ പിതൃമോക്ഷവും പുണ്യവും തേടി തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രസന്നിധിയിലെത്തി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. കടൽക്ഷോഭം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഇവിടെ അധികൃതർ ഒരുക്കിയിരുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ഉഷപൂജയ്ക്ക് ശേഷം പുലർച്ചെ 5:30 മുതൽ ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ദക്ഷിണ കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ഭക്തരാണ് വ്രതശുദ്ധിയോടെ മൂന്നിലുള്ള പിണ്ഡം ആത്മസമർപ്പണമെന്നോണം മൺമറഞ്ഞ പിതൃക്കൾക്ക് നൽകാൻ ക്ഷേത്രത്തിലെ തർപ്പണ വേദിയിലേക്ക് എത്തിയത്. ക്ഷേത്ര മേൽശാന്തി നവീൻ ചന്ദ്ര കായർത്തായും ക്ഷേത്ര പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായയുടെയും നേതൃത്വത്തിൽ 20ഓളം പൂജാരികൾ തർപ്പണത്തിന് കർമ്മയോത്വം വഹിച്ചു. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്താണ് ബലിത്തറകൾ ഒരുക്കിയിരുന്നത്. കടലേറ്റം കാരണം പോലീസ്, കോസ്റ്റ് ഗാർഡ്, ആരോഗ്യം, അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയും അധികൃതർ ഒരുക്കിയിരുന്നു. തിരക്കു കാരണം ചൊവ്വാഴ്ച രാത്രി വരെ തർപ്പണത്തിനുള്ള രസീതുകൾ കൗണ്ടറിൽ നിന്ന് മുൻകൂട്ടി നൽകി. ഇതിനു പുറമെ ഓൺലൈനായും രസീതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ബുധനാഴ്ച കൂടുതൽ രസീത് കൗണ്ടറുകളും വഴിപാട് വിതരണ കേന്ദ്രങ്ങളും ഇതോടൊപ്പം സജ്ജീകരിച്ചിരുന്നു. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ ചന്ദ്രഗിരി പാലം വഴി KSRTC ബസ്സുകൾക്ക് പുറമെ മറ്റ് പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകളും കൂടുതൽ സർവീസ് നടത്തി. ക്ഷേത്ര മാതൃസമിതി, ആഘോഷ കമ്മിറ്റി തുടങ്ങിയവരുടെ സേവനങ്ങളും ഭക്തജനങ്ങൾക്ക് ലഭ്യമായിരുന്നു. മുൻകാലങ്ങളിൽ 1.5 ലക്ഷത്തിലധികം പേരാണ് വാവുനാളിൽ തൃക്കണ്ണാട് എത്താറുള്ളത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ദക്ഷിണ കന്നഡയിൽ നിന്നുൾപ്പെടെ 10,000-ങ്ങളാണ് പിതൃതർപ്പണം തേടി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിലുള്ള 20ഓളം പുരോഹിതരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിരുന്നു. ക്യാമറമാൻ വിജയരാജ് രുതുമയ്ക്കൊപ്പം അനൂപ് പെരിങ്ങോം, കാസർഗോഡ് വിഷൻ.